തിരികെയുള്ള യാത്രയിൽ ഇരുവരും മൗനം പാലിച്ചു. ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ഫ്ലാറ്റിലേക്ക് വന്നത്. ചെന്ന് കയറിയ പാടെ ഭവ്യയോട് അവർ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു. മുക്കിയും മൂളിയുമൊക്കെ അവൾ ഓരോന്ന് പറഞ്ഞു. പനിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് ശേഷം എല്ലാവരും കിടന്നു. രാവിലെ മറ്റുള്ളവർ ഓഫീസിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും തൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. സാധാരണ മീറ്റിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ലീവ് എടുക്കാറില്ലല്ലോ. ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കിടക്കുന്നവനോട് ഗൗതം ഗൗരവത്തിൽ തിരക്കി. എത്ര ദിവസത്തെ യാത്ര കഴിഞ്ഞു വന്നാലും പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് വരുന്നവനാണ്. എനിക്കും ചെറിയൊരു പനിയുണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറും. അതിന് പകരാൻ നിങ്ങൾ ഒരുമിച്ചൊന്നുമായിരുന്നില്ലല്ലോ. ഫ്ലൈറ്റിൽ ഒരുമിച്ചല്ലേ വന്നത്. നീ എന്തിനാ ഗൗതം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അവൻ്റെ ചോദ്യത്തിലെ അനിഷ്ടം മനസ്സിലായതുകൊണ്ട് തന്നെ ഗൗതം പെട്ടെന്ന് പിന്മാറി. അവിടേക്ക് കയറി വന്ന അജാസ് കമിഴ്ന്നു കിടക്കുന്ന വേദിൻ്റെ മുതുകിലെ പാടുകൾ ഗൗതത്തിന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഭവ്യ നല്ല രീതിയിൽ അവൻ്റെ മുതുകിൽ അടയാളങ്ങൾ വീഴ്ത്തിയിരുന്നു. ഇതെന്താടാ, നിന്റെ മുതുകിൽ വവ്വാല് മാന്തിയോ? അപ്പോഴാണ് താൻ ഷർട്ടില്ലാതെയാണ് കിടക്കുന്നത് എന്നവൻ ഓർമ്മിച്ചത്. ദേഹം മുഴുവൻ അവൾ നുള്ളി മുറിച്ചിരിക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന്? നിന്റെ ദേഹത്ത് ഇങ്ങനെ പാടുവരുത്താനൊന്നും നീ സമ്മതിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ അടയാളം വീഴുമോ? നിനക്കൊക്കെ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരണോ? എൻ്റെ ബെഡ്റൂമിലെ വിശേഷങ്ങൾ തിരക്കാതെ നീയൊക്കെ ഓഫീസിൽ പോകാൻ നോക്ക്. ദേഷ്യം ഭാവിച്ച് അവൻ തിരിഞ്ഞു കിടന്നപ്പോൾ ഗൗതത്തിന് വീണ്ടും സംശയമായി. സാധാരണ ഇങ്ങനെ പോയിട്ട് വന്നാൽ വിശേഷങ്ങളെല്ലാം പറയുന്നവനാണ്. നല്ല മൂഡിലാണ് എങ്കിൽ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ കാര്യങ്ങൾ വരെ അവൻ പറയാറുണ്ട്. പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെയൊരു ദേഷ്യം? ഇവൻ്റെ ഒപ്പം ഭവ്യ ആയിരിക്കുമോ? പക്ഷെ അവൾക്ക് സുഖമില്ല എന്നാണല്ലോ പറഞ്ഞത്. തൻ്റെ മനസ്സിലുള്ള ആശങ്കകൾ മറ്റാരോടും പങ്കുവയ്ക്കാതെ അവൻ ഓഫീസിലേക്ക് പോയി. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവളുടെ ഓർമ്മകൾ വേദിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. മറ്റുള്ളവരെല്ലാം ഓഫീസിലേക്ക് പോയി കാണും എന്ന് അവനറിയാം. അപ്പോൾ അവൾ തനിച്ചേ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും വയ്യായിക ഉണ്ടാകുമോ? ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവനൊരു ടീഷർട്ട് എടുത്തുകൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് നടന്നു. എല്ലാവരും പോയതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുകയായിരുന്നു ഭവ്യ. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ കഴിയുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അതിനേക്കാളും ഉപരി തന്നെ ഒരു മോശം പെണ്ണായി അവൻ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. ആരുടെ കൂടെയും കിടക്കുന്ന ഒരുത്തിയായി കരുതി കാണുമോ? ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. തൻ്റെ പ്രണയം മാത്രമായിരുന്നു മുന്നിൽ. എന്നാൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് താൻ ചെയ്തു പോയ പ്രവൃത്തിയുടെ ദോഷവശങ്ങൾ ആലോചിക്കുന്നത്. ചിന്തകളിൽപ്പെട്ട് ഉഴറിയിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. ആരായിരിക്കുമെന്നറിയാൻ വാതിൽ തുറന്നവൾ പുറത്തു നിൽക്കുന്നവനെ കണ്ട് ഞെട്ടിപ്പോയി. മുൻപൊരിക്കലും അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവരെല്ലാവരും പോയോ? അവൾ തലയാട്ടിയപ്പോൾ അവൻ അകത്തേക്ക് കയറി. വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. തനിക്ക് സുഖമില്ലായിരുന്നല്ലോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? പനി കുറവുണ്ട്. ദേഹം വേദനയുണ്ടോ? അതിനവൾ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. അതിൽ നിന്നും അവൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ മാറിയിട്ടില്ല എന്നവന് മനസ്സിലായി. അവന് കുടിക്കാൻ ജ്യൂസ് എടുക്കാൻ പോയപ്പോൾ അവൾക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നവന് ബോധ്യമായി. തിരികെ ജ്യൂസുമായി വരുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അത് കണ്ടവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തിനാ കരയുന്നത്? എന്നോട് ദേഷ്യമുണ്ടോ തനിക്ക്? അവൾ മറുപടി പറയാതെ കുനിഞ്ഞു നിന്ന് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരുന്നു. ഞാനൊരു ചീത്ത പെണ്ണല്ല. ചീത്തയാണെന്ന് കരുതരുത്. അവളുടെ ആലോചനകൾ ഏതൊക്കെയോ വഴി പോയിട്ടുണ്ട് എന്നവന് ബോധ്യമായി. അവൻ പെട്ടെന്ന് തന്നെ ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു. എന്തൊക്കെയാ നീ പറയുന്നത്? നീ ചീത്തയാണെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. സാറിന് അങ്ങനെ തോന്നിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നേക്കാൾ ചീത്തയാകണ്ടേ? ഒരാളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്തു എന്ന് കരുതി ആരും ചീത്തയാവില്ല. അതൊക്കെ ആലോചിച്ച് വിഷമിക്കില്ലേ നീ?
നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് എന്തോ തെറ്റ് ചെയ്തതുപോലെ തോന്നും. അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കസാരയിലേക്കിരുന്നു. ഭവി, അങ്ങനെയല്ലേ തന്നെ കൂട്ടുകാരൊക്കെ വിളിക്കുന്നത്? അവൾ തലയാട്ടി. വേറെ ആരും നിന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചാലും ഞാൻ ചിന്തിക്കില്ല. അതെന്താ ഇപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാൻ? ഞാൻ ആര് വിളിച്ചാലും കൂടെ പോകുന്ന പെണ്ണാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോയാലും അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അവൻ്റെ മനസ്സിൽ തൻ്റെ സ്ഥാനം അവൾക്ക് കുറച്ചുകൂടി ഉറപ്പായി. താൻ മറ്റൊരാളുടെ കൂടെ പോയാൽ പോലും അവനൊന്നുമില്ല എന്ന്. അവളുടെ മുഖം മുറുകി. അവനിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. അവനോടുള്ള അന്ധമായ പ്രണയത്തിൽ മുഴുകി താൻ എത്ര വലിയ വിഡ്ഢിത്തമാണ് ചെയ്തത് എന്നവൾക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. അവളുടെ സാമീപ്യം നഷ്ടമായപ്പോൾ അവനെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. ആ ചിന്തയിൽ ഞാൻ വലിയ തെറ്റ് ചെയ്തു. അവളുടെ വെളിപ്പെടുത്തലിൽ അവൻ ഞെട്ടിപ്പോയി. ഗൗതം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് തന്നോട് എന്തോ ഇഷ്ടമുണ്ടെന്ന്. എന്നാൽ തനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിരുന്നില്ല. എൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എത്ര പേര് എന്നെ ഇഷ്ടപ്പെടണം? അതിനൊക്കെ മുൻപേ എൻ്റെ ഉള്ളിലെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ. അല്ലാതെ. വാശിയോടെ പറയുന്നവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നവന് മനസ്സിലായില്ല. താൻ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പെൺകുട്ടികളുടെ കണക്ക് പോലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചത് ഈ ജീവിതത്തിൽ ഒരു വിവാഹമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. എനിക്ക് അതിലൊന്നും വിശ്വാസവുമില്ല. അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പ്. സാർ എന്നെ പ്രണയിക്കേണ്ട. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിലും ഒരു വിവാഹമുണ്ടാകില്ല. അവളുടെ വാക്കുകൾ കേട്ടതും അസ്വസ്ഥമായ മനസ്സോടെ അവൻ പോകാൻ എഴുന്നേറ്റു. പലപ്പോഴും ചിന്തിച്ചിരുന്നു, ഇവളെപ്പോലെ ഒരു പെൺകുട്ടി എന്താണ് പെട്ടെന്ന് തനിക്ക് വഴങ്ങിത്തന്നത് എന്ന്. എന്നാൽ അതിൻ്റെ ഉത്തരമാണ് വെളിവായിരിക്കുന്നത്. അവൾ തന്നെ പ്രണയിക്കുന്നു. ആ പ്രണയം കാരണമാണ് തന്നെ അവൾ എതിർക്കാതിരുന്നത്. നിറകണ്ണുകളോടെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ നടന്നടുത്തു. ഇരുമിഴികളും തുടച്ചുകൊടുത്തു. ഇതുപോലെ കണ്ണുനീരും സങ്കടങ്ങളും ഒന്നും കാണാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കുന്നത്. ഒരാൾ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്തതിന് ശേഷം നീതി പുലർത്താതിരിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ജീവിക്കുന്നത്? ഇപ്പോഴുള്ള ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. അല്ലെങ്കിലും യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ബോധ്യമുണ്ട്. പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ആത്മനിന്ദ കലർന്നിരുന്നു. അവളുടെ വാക്കുകൾക്ക് മറുപടി ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളാകട്ടെ കരഞ്ഞുകൊണ്ട് ആ സോഫയിലേക്ക് തന്നെ ഇരുന്നു. പറയണ്ട എന്ന് കരുതിയതാണ്, വായിൽ നിന്ന് വീണുപോയി. അതേസമയം അവളുടെ വാക്കുകൾ കേട്ട ഞെട്ടലിലായിരുന്നു അവനും. ഇല്ല, ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവളുടെ ദേഹത്ത് പോലും തൊടില്ലായിരുന്നു. തന്നോടുള്ള പ്രണയം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ തനിക്ക് വഴങ്ങിയത്. ഇനിയിപ്പോൾ അവളുടെ ജീവിതം പോലും അവൾ ഇതിനു വേണ്ടി ഹോമിക്കും. ഈ സമസ്യയ്ക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കണം എന്നറിയാതെ അവൻ ഉഴറി. അപ്പോഴേക്കും അവൻ്റെ മൊബൈൽ റിങ് ചെയ്തു. സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ ഗായത്രി എന്ന് കണ്ടു. എടുക്കണോ വേണ്ടയോ എന്നൊരു നിമിഷം ആലോചിച്ചുകൊണ്ട് അവൻ ഇരുന്നു.